ചോദ്യപേപ്പർ ചോർച്ചാ കേസ് പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചില്ല. കസ്റ്റഡി കാലാവധി പൂർത്തിയായ കേസിലെ പ്രതികളായ ഷുഹൈബ്, അബ്ദുൽ നാസർ എന്നിവരെ തിരികെ ജയിലിലേക്ക് അയച്ചു. ഷബീർ ചെയ്യുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷബീർ, ഇനി ഇവരുടെ ജാമ്യാപേക്ഷ എപ്പോഴായിരിക്കും പരിഗണിക്കുക? ജിന, നേരത്തെ തന്നെ ഇരുവരും ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. പക്ഷേ കോടതി ഇത് ഫയലിൽ സ്വീകരിച്ചിട്ടില്ല, പരിഗണിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഈ ക്രൈംബ്രാഞ്ച് ഈ രണ്ട് പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുവരും 3 ദിവസത്തെ കസ്റ്റഡിയിൽ ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഈ 3 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷമാണ് ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കി ഇരുവരെയും തിരികെ ജയിലിലേക്ക് അയച്ചത്. ഇതിനോടകം തന്നെ തെളിവെടുപ്പ് പൂർത്തിയായി, ഒപ്പം തന്നെ വിശദമായ മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയായിട്ടുണ്ട്. പ്രധാനമായും MS സൊല്യൂഷൻ്റെ CEO ആയിട്ടുള്ള ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഷുഹൈബിനെ ഈ സ്ഥാപനത്തിലെത്തിച്ച് MS സൊല്യൂഷൻ്റെ ഈ ഓഫീസിലെത്തിച്ച് തെളിവെടുത്തു. ഒപ്പം തന്നെ ഷുഹൈബ് ഒളിവിൽ കഴിഞ്ഞിരുന്ന കൊടുവള്ളിയിലെ വീട്ടിലും എത്തിച്ച് തെളിവെടുത്തിരുന്നു. ഇതോടൊപ്പം തന്നെയാണ് കേസിലെ 4ാം പ്രതിയായിട്ടുള്ള ഈ ചോദ്യപേപ്പർ ചോർത്തി എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്ന മലപ്പുറത്തെ എയ്ഡഡ് സ്കൂളിലെ പ്യൂണായിരുന്ന അബ്ദുൽ നാസറിനെ ഈ സ്കൂളിലെത്തിച്ചും തെളിവെടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് കേസിലെ മറ്റ് 2 പ്രതികൾ ഇപ്പോൾ ജാമ്യത്തിലാണ്. ഇരുവരെയും ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നു. അവരുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. വിശദമായ അന്വേഷണം ക്രൈംബ്രാഞ്ച് കേസിൽ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കിയത്. എന്തായാലും ഈ 2 പേരുടെ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഷുഹൈബിൻ്റെയും ഒപ്പം തന്നെ 4ാം പ്രതിയായിട്ടുള്ള അബ്ദുൽ നാസറിൻ്റെയും ജാമ്യാപേക്ഷ അടുത്ത ദിവസം കോടതി പരിഗണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നാളെ തന്നെ ഇരുവരുടെയും ജാമ്യാപേക്ഷ പരിഗണിച്ചിരിക്കും. പക്ഷേ കൃത്യമായി ഇതെന്നായിരിക്കും പരിഗണിക്കുക എന്ന് കോടതി വ്യക്തമാക്കിയിട്ടില്ല. അടുത്ത ദിവസം തന്നെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കും. നേരത്തെ 2 പ്രതികൾക്ക് ജാമ്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കും ജാമ്യം ലഭിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഈ ചോദ്യപേപ്പർ ചോർത്തി എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. 2 പേർക്കാണ് ഇതിൽ ചോദ്യപേപ്പർ ചോർത്തുന്നതിൽ നേരിട്ട് പങ്കുള്ളത് എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ. ഈ 4ാം പ്രതിയായിട്ടുള്ള അബ്ദുൽ നാസറും ഒപ്പം തന്നെ MS സൊല്യൂഷൻസിലെ അധ്യാപകനായ ഫഹദും ചേർന്നാണ് ഈ ചോദ്യപേപ്പർ ചോർത്തിയതെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റൊന്ന്, ഈ പ്രതികളുടെ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചും ക്രൈംബ്രാഞ്ച് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, MS സൊല്യൂഷൻസിനെ കൂടാതെ മറ്റേതെങ്കിലും സ്ഥാപനത്തിന് ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ പങ്കുണ്ടെങ്കിൽ ചോർത്തുന്നതിൽ പങ്കുണ്ടോ എന്നതടക്കം ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളാണ് വിശദമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. ജീന.